ഞാൻ ഇപ്പോഴാണ് ജിമ്മി പുത്തിരിക്കൽ ബ്രദർ അയച്ച ഈ സന്ദേശമൊക്കെ വായിക്കാൻ അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് വായിക്കാൻ ഇടയായത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, മെയ് 28-ന് ഇവർ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറയുമ്പം എന്തിന് നിങ്ങൾ കൂടെ നിൽക്കുമെന്നാണ് ഈ പറയണത്? അതായത് സഭേനെ തകർക്കാനായിട്ട് വിമതന്മാർക്ക് കൂടെ നിൽക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതിനു വേണ്ടിയാണ് ഇത്രയും നാൾ നിങ്ങൾ ഈ സംയുക്ത സഭാ സംരക്ഷണം എന്നും പറഞ്ഞിട്ട്. ആരാണ് ഈ സംയുക്ത സഭാ സംരക്ഷണത്തിലുള്ളവർ? ഒന്ന് പേര് ചൊല്ലി എനിക്ക് പറഞ്ഞു തരാമോ? കാരണം എല്ലാ ഗ്രൂപ്പിലും നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും നിൽക്കുന്നത് ഒരേ ലക്ഷ്യത്തിനാണ്. അതായത് ഏകീകൃത കുർബാന കിട്ടാനായിട്ടും സഭയുടെ കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ പോകാനും വിമത വൈദികരുടെ കോലാഹലങ്ങളും വേഷം കെട്ടുകളും നിർത്താനും. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് കാവൽപുരയിടത്തിൻ്റെ പണി എന്താണെന്ന് നിങ്ങൾക്കറിയോ? കാവൽപുരയിടമാണ് എല്ലാ ന്യൂസും വിമതന്മാർക്ക് അപ്പപ്പ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്താണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് കർദിനാൾ രാജിവെക്കണമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്കറിയാവോ കർദിനാളുടെ ഗുണഗണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? അതിപ്പം മനസ്സിലാക്കാനിരിക്കണുള്ളൂ ഇനി സഭ. മനസ്സിലായില്ലേ? എന്നിട്ട് അന്ന് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ചൂടായി. താങ്കൾ ആരാണ് സഭയോട് പറയാൻ കർദിനാൾ രാജിവെക്കാൻ? എന്നിട്ട് രാജിവെപ്പിച്ചിട്ട് എന്തും കോപ്പുണ്ടായി? പറയും, എന്തുണ്ടാക്കി? ഒന്നും നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, ആരും ഉണ്ടാക്കിയില്ല. സഭ ഒന്നും കൂടെ തകർന്നെന്ന് വേണേൽ പറയാം. തട്ടിൽ പിതാവ് തട്ടി നിങ്ങളെ സ്നേഹിച്ച് നിർത്തും. എന്തിനാണെന്നറിയാം? താഴത്തെ പിതാവ് നിങ്ങളെ നിർത്തിയ പോലെ നിങ്ങൾക്ക് കരിങ്കാലിപ്പണിയുണ്ട്. നിങ്ങളെ ഉപയോഗിച്ച് അവരവരുടെ വിമത പ്രവർത്തനം തുടരാമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്, താങ്കൾ അതിന് പറ്റിയ ആളാണെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട്, താങ്കൾക്ക് നട്ടലോടെ നിൽക്കാൻ അറിയത്തില്ല, അപ്പുറം ഇപ്പുറം കിടന്ന് കളിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എന്നേ ബസ്സിലേക്കുള്ള കുർബാന ചെല്ലാമായിരുന്നു. നിങ്ങളില്ലാതിരുന്ന അവസരങ്ങളിൽ 2 സമയത്ത് പെരുമാനെ കൊണ്ട് കുർബാന എലിച്ചില്ലേ? അതുകൊണ്ട് എൻ്റെ പൊന്നു ജിമ്മി മോനെ, നീ എടുത്തിട്ട് കളിക്കണ കളി ഭയങ്കര ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം മെയ് 28 കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് തട്ടി നിങ്ങളെ അകത്ത് കയറ്റണത്. മനസ്സിലായോ? നേരാൻ ചൊവ്വൻ സഭേനെ നേരെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ നടത്തുന്നില്ല. ഞങ്ങൾക്ക് നല്ല അറിവുണ്ട് കാവൽപുരയിടം എന്തൊക്കെ കളികളാണ് അവിടെ കളിച്ചിട്ടുള്ളതെന്ന്. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ നല്ല ഇടവകയിലും അദ്ദേഹത്തിൻ്റെ രൂപതയിലും കിടന്നുള്ള കളി കൂടിയത് കൊണ്ടാണ് അവസാനം സഹിക്കാൻ വയ്യാതെ ഇങ്ങോട്ട് വിട്ടപ്പോൾ അതിലും വലിയ കളി. ഇവിടെ നിന്ന് എല്ലാ ന്യൂസും ചോർത്തി കൊടുക്കലും കേസുകളെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ചതും എല്ലാം കാവൽപുരയിടമാണ്. കാവൽപുരയിടത്തിനും അറിയാം, എനിക്കും അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് പുള്ളി പറഞ്ഞു, അയ്യോ ലാലി ചേച്ചി ഞാനൊരു പാവ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, പാവമാണ്, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ലോകം ഊറിയിട്ടായിരിക്കും വിടാൻ പോണേ, ബിഷപ്പാക്കി ആയിരിക്കില്ല വിടാൻ പോണേന്ന്. മനസ്സിലായോ? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കളിക്ക് കൂട്ടി നിൽക്കാനായിട്ട് താങ്കൾ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും താങ്കളുടെ കൂടെ ഇല്ല. അതങ്ങോട്ട് മനസ്സിലാക്കുക. കാവൽപുരയിടം ചെയ്യണ എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പച്ച മലയാളത്തിൽ അറിയാം. ഇന്ന് കർദിനാളിനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്ന് എത്തിയത് ഈ കാവൽപുരയിടത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു എന്താണ് അഡ്വൈസറി ബോർഡാണ് ഇത്രയും അതപ്പതിപ്പിച്ചത്. പിതാവിനോട് ചോദിച്ചു, പിതാവിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എല്ലാവരും എന്നോട് സ്നേഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സ്നേഹിച്ച് കൊണ്ടേ കുഴിയിൽ താത്തണത് മനസ്സിലാക്കില്ല പിതാവിനെ അറിയാം. പക്ഷെ പിതാവിൻ്റെ ആത്മീയത മൂത്തത് കൊണ്ട്, പിതാവിൻ്റെ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും വിശുദ്ധമാകണം, വിശുദ്ധിയുടെ പരിമളത്തിലായിരിക്കണം എന്നുള്ളൊരു ബോധ്യം പുള്ളിക്ക് ഉള്ളത് കൊണ്ട് എല്ലാ കാര്യവും സഹിക്കുകയാണ്. അതിന് കൂട്ടു നിൽക്കാൻ നമ്മളെപ്പോലുള്ളവരെ കിട്ടില്ല. ഞങ്ങൾക്ക് ഒരു നട്ടലേ ഉള്ളൂ. മനസ്സിലായ? ആ നട്ടലിൽ തന്നെ നിന്ന് സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കണേ. ഞങ്ങളിപ്പോൾ ആലഞ്ചേരി പിതാവിനോ അല്ലെ തട്ടിൽ പിതാവിനോ താഴത്ത് പിതാവിനോ വേണ്ടി അല്ല നിൽക്കുന്നത്. നമ്മൾ സഭയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പുത്തിരിക്കലിൻ്റെ ഈ വർത്താനം ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിട്ടുള്ളത്, അതിനെ കൂട്ടുപിടിക്കാൻ ഒരു മുദ്രേന്തി വക്കീലും. എന്നിട്ട് നിങ്ങളൊക്കെ അവിടെ ഭയങ്കര സൽക്കാരമാണത്രേ. നിങ്ങളെക്കാളും വലിയ സൽക്കാരം കിട്ടിയിരുന്നവരാണ് ഞങ്ങളൊന്നും ഇപ്പം അങ്ങോട്ട് പോണേയില്ല. കാര്യം എന്താണെന്നറിയോ? പോയിട്ട് കാര്യമില്ല. അവിടെ മുഴുവൻ വിമതന്മാരാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. എന്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന ഒരു കോൺട്രാക്ടർ ആണ് ഈ സഭേനെ ഇത്രയും നശിപ്പിച്ചത്? ചക്യത്തും കൂടെ 15 കൊല്ലങ്ങൾക്ക് മുമ്പ്. കഥ കേൾക്കണം, ഞാൻ പറഞ്ഞു തരാം. അതായത് മര്യാദയ്ക്ക് ഈ സഭയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിയിലെ കോൺട്രാക്ടർ, എനിക്ക് പേര് വേണമെങ്കിൽ പേരും കൂടെ പറഞ്ഞു തരാം. എനിക്ക് ഒരു പേടിയുമില്ല, കാരണം കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കെതിരെയുള്ള. അതുകൊണ്ട് എനിക്കറിയാം. എനിക്കെല്ലാം ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞല്ല, വെറുതെ പറയുന്നതൊന്നുമല്ല. 2008-09 തൊട്ട് ഈ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ചക്കത്ത് പിതാവിന് അന്ന് 5000 രൂപ 10000 രൂപ പോലും കിട്ടിയ അയ്യോ നന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കോടികളാണ് പുള്ളിയുടെ പോക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കണേ. മനസ്സിലായ? നവ്യമായ ബേക്കറികൾ,
തുടങ്ങിയിട്ട് പുള്ളിയുടെ ഇടയന്ത്രത്തിൻ്റെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ ആലുക്കയുടെ പറയുമായിരുന്നു. ഇപ്പോൾ ആലുക്കനെ ഇടി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇവരിൽ കൂടിയാണ് ഇതെല്ലാം നടത്തുന്നത്. ഇതൊക്കെ അറിയാം. പുത്തിരിക്കൽ അറിയുന്ന പോലത്തെ കാര്യമല്ല. ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വ്യക്തത ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മിണ്ടാതിരിക്കാൻ നമ്മൾ മലന്ന് കിടന്ന് തുപ്പണ്ടല്ലോ സഭേനെ എന്നോർത്താണ് ഈ 15 കൊല്ലം ഞാൻ സഹിച്ചത്. പക്ഷേ ഇനി സഹിക്കാൻ പറ്റില്ല. കാരണം ഈ കാഞ്ഞിരപ്പള്ളി കോൺട്രാക്ടർ തന്നെയാണ് ഇന്നിപ്പോൾ മൗണ്ടിൻ്റെ ഉള്ളിലുള്ള പള്ളി പണിഞ്ഞെടുത്തു. അപ്പോൾ മനസ്സിലായില്ലേ ആരുടെ ഇൻഫ്ലുവൻസിലാണ്? കാവൽപ്പുരയുടെ ഇൻഫ്ലുവൻസിൽ. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. 4 കൊല്ലം മുമ്പ് ഞാൻ കണ്ട് കാവൽപ്പുരയുടെ ഈ കോൺട്രാക്ടറോട് സംസാരിക്കണത് ജൂലൈ 3-ന്. അന്ന് ഞാൻ കുറിച്ചിട്ട് അപ്പോൾ ഇയാൾ ഇവിടെയും കയറി. ഇയാൾ എന്താ ചെയ്യണേന്നറിയോ? എല്ലാ പിതാക്കന്മാർക്കും പ്രൊക്കുറേറ്റേഴ്സിനും ഈ പണിയുടെ ഒരു അംശം അങ്ങ് കൊടുക്കും. മനസ്സിലായോ? പിന്നെ അയാൾക്ക് ജീവിതത്തിൽ കോൺട്രാക്ട് പോകത്തില്ല. അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബാക്കി മര്യാദയ്ക്ക് കിടക്കുന്ന കമ്പനികളെല്ലാം മുട്ടിപ്പിച്ച് അടി കൂടെ വേര് ഈ ഇടയന്ത്രത്തിനെ എന്താണ് ചക്കത്ത് പിതാവിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് ലോവസ്റ്റായിട്ട് കോട്ട് ചെയ്യും, മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട്. എന്നിട്ട് ആ ലോവസ്റ്റ് കോട്ടിങ്ങിൽ വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? മെഷീനറി മുഴുവൻ അയാളുണ്ടാക്കിയതില്ല, അയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. നാട്ടുകാർ മര്യാദയ്ക്ക് നടത്തുന്ന കമ്പനിക്കാരുടെ ഇത് ഇടയന്ത്രത്തിനെ ചക്കത്തിനെ ഉപയോഗിച്ച് അടിവേര് അവരുടെ തോണ്ടിയിട്ട് ആ മെഷീനറി ഉപയോഗിച്ച് ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ കോൺട്രാക്ടർ എല്ലാ സഭയുടെ വർക്ക്സ് എടുക്കുകയാണ്. PBSനെ നോക്കിക്കോ, ലിസിയുടെ നോക്കിക്കോ, ഇപ്പം മൗണ്ടിൽ നോക്കിക്കോ, ഇതെല്ലാം ഈ പോക്കിരി എടുക്കുകയാണ്. മനസ്സിലായി? ഈ പോക്കിരിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്ക്. ഇയാൾക്ക് എന്തുണ്ടായിരുന്നെന്ന്. ഒന്നുമില്ലാണ്ട് എറണാകുളത്ത് വന്നാണ് വെറും പ്രീ ഡിഗ്രിയും പാസ്സായിട്ട്. എന്നിട്ട് ഇന്നിപ്പോൾ ഏറ്റവും ലീഡിങ് കോൺട്രാക്ടറാണ്. എല്ലാവരെയും പറ്റിച്ച് സഭയുടെയും പറ്റിച്ച് നമ്മുടെ സഭയെ ഇല്ലാതാക്കി. ഈ കഥകളൊന്നും അറിയാതെ പുത്തിരിക്കലേ വലിയ പുത്തിരി കാണിക്കല്ലേ. മനസ്സിലായോ? എനിക്ക് ചൊറിയും, കാരണം എനിക്ക് വേദനിക്കും. കാരണം നമ്മളെല്ലാം അനുഭവസ്ഥരാണ്. ഞങ്ങൾക്കൊക്കെ എത്ര കോടികളുടെ നഷ്ടം വന്നേന്നറിയോ ചക്കത്തിൻ്റെ ഇടയന്ത്രത്തിൻ്റെ കളി കാരണം. ഇപ്പോഴും പേടിയാണ്. എൻ്റെ പേര് കേട്ട് അവർ വാല് പൊക്കി ഓടും. കാരണം എന്താ? ഇവർ കളിക്കുന്ന എല്ലാ കയ്യാങ്കളികളും അറിയാം. എത്ര കുടുംബങ്ങളെ അവർ തകർത്ത്. മനസ്സിലായോ നിങ്ങൾക്ക്? എത്ര കുടുംബങ്ങളെ തകർത്ത്. കൃപാലയം എഴുതി കൊടുക്കാത്തത് കൊണ്ട് എന്നോട് ഇടയന്ത്രത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതേപോലെ ഞാൻ റിന്യൂവൽ സെൻറ്റർ പോലെ ആക്കാം, കൃപാലയം അങ്ങോട്ട് എഴുതിത്താം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി മേജർ ആർച്ച് ബിഷപ്പ് ഓഫ് എറണാകുളം എന്നും പറഞ്ഞ് എഴുതിയേക്കല്ലേ, ഇത് സഭയ്ക്ക് വേണ്ടി എഴുതി തന്നേക്കല്ലേ. അങ്ങനെയില്ല, അത് ഞങ്ങളുടെ പേരിൽ എറണാകുളം രൂപതയ്ക്ക് മാത്രമായിട്ട്. ഇല്ലെങ്കിൽ നീ ചോദിച്ചപ്പോൾ പറയണം ചിലത് തന്നെത്താമരിക്കും, ചിലതിനെ കൊല്ലേണ്ടി വരുന്നു. ആ കൊല്ലൽ ഓരോ കുടുംബങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ കമ്പനികളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടയന്ത്രത്തെ ഇടപെട്ട് എത്ര കുടുംബങ്ങളെയാണ് ഡൈവോഴ്സ് ആക്കിയേക്കുന്നതെന്നറിയോ നിങ്ങൾക്ക്? എന്നിട്ട് ഇപ്പോഴും താങ്ങിക്കൊണ്ടിരിക്കണം. അതിൻ്റെ വേറൊരു വേരാണ് കാവൽപ്പുരയിടം. ആ കാവൽപ്പുരയിടത്തിൽ വെച്ച് പൂജിക്കാൻ തൻ്റെ കരിങ്കാലിപ്പണി അവസാനിപ്പിക്കത്തിരിക്കല്ലേ. ബാക്കിയുള്ളവരും എല്ലാവരും എന്താ പറയുക, ഓരോ ഗ്രൂപ്പുകളുമായിട്ട് കാര്യത്തിൽ സഭയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അവിടെ നിന്ന് തോണ്ടി വാങ്ങിച്ചുകൊണ്ട് മെയ് 28 കഴിഞ്ഞാലും നിങ്ങൾ നിൽക്കും. അത്ര എന്ത് നിൽക്കും? ഇവരുടെ കൂടെ നിൽക്കുമോ? ഈ കയ്യാങ്കളിക്ക് നിൽക്കുമോ? ഞങ്ങളാരും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. മുദ്രേന്തി സാറിന് അറിഞ്ഞു ഈ കരിങ്കാലിപ്പണിയില്ല. എനിക്ക് ആകെ മുദ്രേന്തി സാറിനോട് തൃപ്തിയുള്ളത് അന്ന് ആ സത്യാഗ്രഹ സമരം തുടങ്ങാൻ ഇപ്പോൾ കെന്നഡി നമ്മളെല്ലാവരും കൂടെ ലുലുലു കൂടിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് കെന്നഡി കാലുമാറി. ആ സമയത്ത് മുദ്രേന്തി സാറ് ശക്തമായിട്ട് നിന്ന്. അതുകൊണ്ട് ഞാൻ മുദ്രേന്തി സാറിൻ്റെ കൂടെ നിന്ന്. പക്ഷേ ഇപ്പം പുത്തിരിക്കലിൻ്റെ കൂടെ കൂടിയിട്ട് 2 കാല് വഞ്ചിമ കാല് വെച്ച് ബസിലിക്കൽ കുർബാനയെ ശരിയായിട്ട് ബന്ധത്തിൽ പണ്ടേ നടത്തായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യാങ്കളി കാരണമാണ്. മറ്റുള്ള ഗ്രൂപ്പിൽ നിന്നും മറ്റുള്ള ആൾക്കാരും വന്നു കഴിഞ്ഞപ്പം പുത്തിരിക്കൽ തന്നെ ചോദിച്ചു, ഞങ്ങൾ ബസിലിക്കാരുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് വരണേന്ന്, എന്നിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി? അതുകൊണ്ട് പുത്തിരിക്കലിൻ്റെ 2 വഞ്ചി കാലുള്ള കളിയില്ലേ, അത് ഇനി വേണ്ട. കാരണം ഇനി നമ്മൾ കഴിഞ്ഞ് സത്യം എന്താണ്, നീതി എന്താണ്, ഉദ്ദേശശുദ്ധി എന്താണ്, അത് മനസ്സിലാക്കി ഒറ്റക്കെട്ടായിട്ട് സഭയിൽ വിശ്വാസികൾ നിൽക്കും. അല്ലാതെ ഈ തട്ട് ഞാൻ കണ്ടുകൊണ്ട് എന്താ പറയുക, പുറത്ത് 2 തട്ടും തട്ടി 2 കാപ്പിയും തരുമ്പോൾ വീഴുന്നവരല്ല വിശ്വാസികൾ. മനസ്സിലാക്കുക, ഞങ്ങളെല്ലാം നല്ല അധ്വാനിച്ചുണ്ടാക്കിയ ധനമാണ്, അല്ലാതെ സഭയുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട. ഈ കാഞ്ഞിരപ്പള്ളിയിലെ കോൺട്രാക്ടർ ഉണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് പ്രൊക്കുറേറ്ററിനും അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് സഭയുടെ എല്ലാ പണികളും കൊണ്ടുപോയി കളിക്കുന്ന ഈ കളി കുറേ നാളായി കാണണേ. ഞങ്ങൾ സഭയുടെ പണിയൊന്നും ചെയ്തിട്ടുമില്ല, പള്ളികൾ പണിതിട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. മിക്ക പള്ളികളും നമ്മൾ ചെയ്തേക്കുന്നത്, ഈവൻ മലയാറ്റൂർ പോലും. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ സഭയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പൈസ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 2 ഘട്ട വർത്താനവും 2 ഘട്ട കളികളും ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. ഞങ്ങളാരും നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അല്ലാതെ ഇന്നലെ കണ്ട പിതാവിന് താഴത്തെ പിതാവിൻ്റെ കൂടെ നിങ്ങൾ കൂടി എന്നിട്ട് എന്തുണ്ടാക്കി? പുള്ളിക്ക് കസേരയ്ക്ക് വേണ്ടിയായിരുന്നു കളിച്ചത്. എന്നിട്ട് പാവം പിടിച്ച കർദിനാളിനെ എല്ലാം അറിയരുത്. KCBCയുടെ എല്ലാത്തിൻ്റെയും
KCBC അല്ലല്ല, മറ്റേ ബിഷപ്പുമാരുടെ ഇതിന് ശരിക്കും കർദിനാളിൻ്റെ വീടിൻ്റെ കസേരയാണ് താഴത്ത് പിതാവ് തട്ടിയെടുത്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെയും എന്നിട്ടും കാല് വാരിപ്പിച്ച് പുത്തിരിക്കലാണ് ഏറ്റവും ആദ്യം കർദിനാളിനോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞത്. അന്നേ ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ രണ്ടും കെട്ട കളി. ഇനി ആ കളി ഓടൂല പുത്തിരിക്കല്, ഇവിടെ ഓടൂല. വിശ്വാസികൾ ഒറ്റ കെട്ടാണ്. സഭ എന്ത് കാണിച്ചു കൂട്ടിയാലും അന്തിമ വിജയം കർത്താവിൻ്റെതായിരിക്കും. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയോ പ്രീതി കിട്ടാനോ രണ്ട് തട്ടിൽ പിതാവിൻ്റെ തട്ട് തോളത്ത് കിട്ടാൻ വേണ്ടിയോ അല്ല നിൽക്കുന്നത്. മനസ്സിലാക്കിക്കോ.